വിഷ്ണുപതി പുണ്യകാലം. ഏത് ആഗ്രഹവും ഈ സമയത്ത് പ്രാർത്ഥിച്ചാൽ സാധിക്കുന്നതാണ്. അതിനായി നാം ചെയ്യേണ്ട കർമ്മത്തെക്കുറിച്ചും ജപിക്കേണ്ട മന്ത്രത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. വിഷ്ണുപതി പുണ്യകാലം വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും പൂജ ചെയ്യുന്നതിനും ഏറ്റവും ശുഭകരമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായ ശ്രീഹരി വിഷ്ണു പ്രപഞ്ചത്തിൻ്റെ ക്ഷേമത്തിനും നിലനിൽപ്പിനും വേണ്ടി അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുന്ന വിലപ്പെട്ട സമയമാണിത്. വൈഷ്ണവ ഭക്തർ ഒരു വർഷത്തിൽ 4 തവണ വിഷ്ണുപതി പുണ്യകാലം ആചരിക്കുന്നു. സാധാരണയായി വൈകാശി, ആവണി, കാർത്തികൈ, മാശി എന്നീ 4 തമിഴ് മാസങ്ങൾക്ക് ശേഷം വരുന്ന 1-ാം ദിവസമാണ് വിഷ്ണുപതി പുണ്യകാലം. പവിത്രമായിട്ടുള്ള ഈ വിഷ്ണുപതി പുണ്യകാലം 9 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. പുലർച്ചെ 1:30 മുതൽ രാവിലെ 10:30 വരെയാണ് ഈ വിലപ്പെട്ട സമയം. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴാഴ്ച ഈ വിഷ്ണുപതി പുണ്യകാല സമയമാണ്. വെളുപ്പിന് 1:30 മുതൽ രാവിലെ 10:30 വരെ. ഈ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനായി നാം ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ഭഗവാനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒപ്പം വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ഭക്തർ ചെയ്യേണ്ടത് 27 തവണ ദേവതകളെ പ്രദക്ഷിണം ചെയ്യണം. ക്ഷേത്രത്തിലെ കൊടിമരത്തിന് ചുറ്റും 27 തവണ പ്രദക്ഷിണം ചെയ്താൽ മതി. ഒപ്പം നമ്മൾ 27 പൂക്കൾ കൂടി കയ്യിൽ വെക്കുക. ഓരോ തവണ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മൾ കൊടിമരത്തിൽ ഒരു പുഷ്പം സമർപ്പിക്കുക. അങ്ങനെ 27 തവണ 27 പൂക്കളും സമർപ്പിക്കുക. ഒപ്പം നമ്മൾ ഓം നമോ നാരായണായ എന്ന് പറയുന്ന മന്ത്രവും കൂടെ 27 തവണയും ചൊല്ലുക. നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. തീർച്ചയായും ഫലം ലഭിക്കും. ഈ വിലപ്പെട്ട സമയം എല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് വിഷ്ണു പൂജ നടത്തുന്ന ഒരാൾക്ക് മോക്ഷം ലഭിക്കുമെന്നും ജനനമരണ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും വരെ വിശ്വസിക്കപ്പെടുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഈ സമയം എല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ന്യായമായിട്ടുള്ള ഏത് ആഗ്രഹവും സാധിച്ച് ലഭിക്കുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള സമയം തന്നെയാണ്. അപ്പോൾ ഈ വ്യാഴാഴ്ചയും വിഷ്ണുപതി പുണ്യകാലം ഒന്നിച്ചു വരുന്ന ഈ സുദിനാണ്. വിഷ്ണു ഭഗവാന് വേണ്ടി മാത്രം മാറ്റിവെക്കുക. എല്ലാ മേഖലകളും ജീവിതത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി വന്നു ചേരുന്നതാണ്. അപ്പോൾ ഈ ദിവസം വിഷ്ണു ഭഗവാന് വേണ്ടി മാത്രം മാറ്റിവെക്കുക.